അമീറിൽ ഒരിക്കലും മുഗളന്മാർ ഭരണം നടത്തുകയില്ല. ഇത് നിങ്ങളോടുള്ള എന്റെ വാക്കാണ്. രാജാവ് സൂര്യപാൻ സിംഗ് വിജയിക്കട്ടെ! 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 യാ അല്ലാഹ്, നിങ്ങളുടെ നല്ല ദിവസത്തിൽ സ്വന്തം മരണം തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടല്ലോ. ഏയ് വിഡ്ഢിയായ രാജാവേ, ജലാൽ രാജാവിന്റെ ശിരസ് ഛേദിക്കുമെന്ന് നിങ്ങൾ വീരവാദം മുഴക്കിയതിന്റെ ശിക്ഷ നിന്റെ ജീവിതം തന്നെ ആയിരിക്കും. ശിരസ് ഛേദിക്കപ്പെടും, പക്ഷെ അത് നിന്റേതായിരിക്കും, രാജാവ് സൂര്യപാനിന്റെ. അങ്ങ് ആരാണ്? എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങയുടെ മുഖം മറക്കാൻ സാധിക്കാത്തത്? ഓഹോ, നാം അന്ന് തടാകത്തിലെ ജലത്തിൽ കണ്ടയാൾ പിന്നെ ആരെ കണ്ടത്? ആ മുഖം മറ്റാരുടെയോ ആയിരുന്നു സുകന്യ. ഇന്ന് വിവാഹത്തിന്റെ പ്രഖ്യാപനത്തിലാണ് ഞാൻ ആദ്യമായി സൂര്യഭാനെ കാണുന്നത്. അവർ രണ്ടുപേരും വ്യത്യസ്തരാണ്. എന്നാ വരൂ, ഞാൻ ചേച്ചിയുടെ കണ്ണുകൾ കെട്ടാം. ഇപ്പൊ പറയൂ, ചേച്ചി ആരെ കാണുന്നത്? പറയുന്നേ, ആരെ കാണുന്നത്? രാജാവ് സൂര്യപാൻ അല്ലേ? ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നീ ഭാൻപൂരിലെ മഹാറാണിയെ തീരുകയാണ്. ജോധ, അതുപോലെ തന്നെ അമ്മ അങ്ങനെ പറഞ്ഞത് ഇതുകൊണ്ടായിരിക്കും, ചേച്ചി സൂര്യപാനെ ഇഷ്ടപ്പെടാൻ വേണ്ടി. ജോധ റാണി, എല്ലാവർക്കും അറിയാം ഭാൻപൂരിലെ രാജാവ് സൂര്യപാന് ഒരേ ഒരു മുഖമേ ഉള്ളൂ എന്ന് വെച്ചാ എല്ലാവർക്കും അറിയാം. അതെ സഹോദര, എനിക്കുള്ള ജോലി ഇതൊക്കെ തന്നെയാ. വന്നിരിക്കുന്ന അതിഥികൾക്കുള്ള ഭക്ഷണമൊക്കെ ഏർപ്പാടാക്കുക. പിന്നെ അപരിചിതരായ ആളുകളോട് രാജ്യത്തിന്റെ രീതികളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുക. അതൊന്നും വേണ്ട, ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യാൻ പോകുന്നത്? ആർക്കറിയാം ഇവിടെ ആരാണ് ദൂതന്മാർ, ആരാണ് മുഗളൻ എന്നൊക്കെ. എല്ലാവരും ഇവിടെ ഇടകലർന്ന് നടക്കയല്ലേ. അങ്ങൽപ്പം സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്നിൽ നിന്നും ആരും രക്ഷപ്പെടാൻ കഴിയില്ല. പലഹാരമായാലും മുഗളനായാലും രണ്ടും ഞാൻ തീർത്ത് കളയും. അപ്പോൾ അങ്ങനെ തിരിച്ചറിഞ്ഞു? നീ ഞങ്ങളുടെ സഹോദരൻ തന്നെയാണ്. ആ ദുഷ്ടൻ മുഗളൻ, ആ ദ്രോഹി എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, ആ മുഗളന്മാരുടെ ഷെഹൻഷായുടെ പേരാണ്
ജലാൽ, ഇപ്പോ ഞാൻ സത്യം ചെയ്യുകയാണ്, ആ ഇരുണ്ട കാരാഗൃഹത്തിനുള്ളിൽ കൊണ്ടുപോയി തള്ളിയേനെ. അതുപോലെ ഈ ഇരുണ്ട കാരാഗ്രഹം എവിടെയാണ്? എന്തിനാ പറയുന്നത്? ആ അതെ സഹോദര, എനിക്ക് അത്യാവശ്യമില്ല. പക്ഷെ എന്നിട്ടും ഞാൻ കേട്ടതാണ്, ഇതിലേ പോകുന്ന വഴിയുണ്ട്, അത് നേരെ കാരാഗ്രഹത്തിൽ ചെന്ന് അത് നിൽക്കും. ഉറപ്പായും തെറ്റാണ്. ഗ്രാമത്തിലേക്കുള്ള വഴി ഇതിലെയും ഇരുണ്ട കാരാഗൃഹത്തിലേക്കുള്ള വഴി ഇതിലെയും. നിങ്ങളെപ്പോലൊരു അന്യനോട് ഞാൻ എന്തിനു പറയണം? അങ്ങ് ശരിയായ കാര്യമാണ് പറഞ്ഞത്. ഞാനൊരു സത്യം പറയാം, അങ്ങ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ദൂതമന്ത്രി ആകേണ്ടതാണ്. മന്ത്രിയോ? ആദ്യമായാണ് ഒരാൾ എന്റെ ബുദ്ധിയെ മനസ്സിലാക്കുന്നത്. വിവാഹ പ്രഖ്യാപനം ഭംഗിയായി നടന്നു. ഇവിടെ എല്ലാം ഉണ്ട്. അതെ അതെ, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കൂട്ടുകാരുണ്ട്, സുന്ദരിമാരും ഉണ്ട്. അങ്ങ് മാത്രം ഇത് എവിടെയാണ്? എന്റെ സഹോദര, ജോധയുമായുള്ള വിവാഹ പ്രഖ്യാപനം നടന്നത് മുതൽ കുമാരൻ പരിസരബോധമില്ലാതെ നടക്കുകയാണല്ലോ. അതെ അതെ, ഒന്ന് നിന്നാലും അവിടെ സൂര്യഭാൻ. ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കൂടുതൽ ലഹരി ആവശ്യമുണ്ട്. നർത്തകിമാരെവിടെ? അങ്ങക്ക് വേണമെങ്കിൽ ഇത് ആസ്വദിക്കാൻ സഹോദര. ഒരു തവണ ഇതൊന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ലഹരിയും മാറ്റാനാവില്ല, പിന്നെ ഈ സുഖവും നമ്മെ വിട്ട് മാറില്ല. അങ്ങ് വീരനാണ്, ധൈര്യശാലിയാണ്, പിന്നെ നല്ല യോദ്ധാവുമാണ്. പിന്നെ ശത്രുക്കളെയെല്ലാം വകവരുത്തുകയും ചെയ്യും. അഥവാ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കളുടെ അന്തപുരങ്ങളുടെ സുന്ദരിമാരെയും ലഭിക്കും. അതെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ജോത? എൻ്റെ ചിന്തയിൽ മുഴുവനും നീയാണ്. കണ്ണടച്ചാൽ നിന്നെയാണ് കാണുന്നത്. വാളെടുക്കുമ്പോഴും അത് തിരികെ വയ്ക്കാൻ തോന്നുന്നു. എല്ലാ നിമിഷത്തിലും നിന്റെ ഓർമ്മ നിറഞ്ഞു നിൽക്കുകയാണ്. നിന്നെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ചിന്തിക്കാനേ സാധിക്കുന്നില്ല ജോത. അതിനു മാത്രം നീ എൻ്റെ ആരാണ്? അങ്ങിവിടെ? അവിടുത്തെ അച്ഛൻ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു. എന്നെയും വിളിച്ചിരുന്നു. വരൂ, നമുക്ക് കാര്യം എന്താണെന്ന് അന്വേഷിക്കാം. നമസ്കാരം പിതാശ്രീ. നമസ്കാരം. എന്താണ് കാര്യം? അങ്ങ് ഞങ്ങളെ ഇവിടേക്ക് വിളിപ്പിച്ചതെന്തിനാണ്? അങ്ങയുടെ ചിത്രം തയ്യാറാണ്.
എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് പിതാശ്രീ. പക്ഷെ എന്തോ ഒരു കുറവുണ്ട്. പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. വർഷങ്ങളായി രാജകീയ ചിത്രങ്ങൾ ഞാൻ വരയ്ക്കാറുള്ളതാണ്. ഇതുവരെ ഒരു കുറവ് സംഭവിച്ചിട്ടേയില്ല. എന്നാൽ നാം ഒന്ന് അങ്ങ് നമ്മുടെ പിതാശ്രീയെ സന്തോഷിപ്പിക്കുന്നതിനായി ഈ ചിത്രത്തിൽ അദ്ദേഹത്തെ ചെറുപ്പക്കാരനും ആരോഗ്യവാനുമായി കാണിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്തിലെ ചുളിവുകളും ഈ വെളുത്ത മുടിയും അദ്ദേഹത്തിന്റെ അനുഭവത്തെയാണ് കാണിക്കുന്നത്. ആ അനുഭവ സമ്പത്ത് പ്രജകൾക്ക് സുരക്ഷിതത്വ ബോധം ഉളവാക്കുന്നതാണ്. നമ്മുടെ പിതാശ്രീ സ്വന്തം പ്രജകളോട് എപ്പോഴും സത്യസന്ധനാണ്. അങ്ങും അങ്ങയുടെ കലയോട് എപ്പോഴും സത്യസന്ധനായിരിക്കണം. അതുമല്ല, അദ്ദേഹത്തിന്റെ ആയുസ്സിലെ കുറെ വർഷങ്ങൾ ഒളിപ്പിക്കുന്നത് എന്തിനാണ്? ഇവൾക്ക് കുട്ടിക്കാലം മുതൽ തന്നെ അതീവ ബുദ്ധിസാമർഥ്യമുള്ളതാണ്. പിന്നെ ഇക്കാര്യത്തിൽ നാം സന്തോഷവാനാണ്. അതായത് നമ്മുടെ മകൾ ജോധ വളരെ പ്രൗഢിയുള്ള ഒരു മഹാറാണിയാകുമെന്നതിൽ നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പേർക്കും വസ്ത്രങ്ങൾ സമ്മാനമായി നൽകണമെന്നാണ്. ഇക്കാര്യം നമ്മുടെ മകൾ ജോധായും നമ്മുടെ പ്രിയപ്പെട്ട മരുമകൻ രാജാ സൂര്യഭാനും ചേർന്ന് പൂർത്തിയാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അനുഗ്രഹത്തോടൊപ്പം ജനങ്ങളുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് അത്യധികം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇവൾക്ക് തിരികെ പോകാൻ നേരമാകില്ലേ? ഇവൾക്കൊപ്പം നാമും പോകണം. അങ്ങ് വിഷമിക്കാതിരിക്കൂ ഭഗവാൻ ദാസ്. ഇപ്പോ ജോധ എന്റെയും ഉത്തരവാദിത്വമാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ മരുമകനെ. ഒരു വശത്ത് അമീറിലെ രാജകുമാരിയായ ജോധയും ഭാൻപൂരിലെ രാജാവായ സൂര്യഭാനും തമ്മിലുള്ള വിവാഹമുറപ്പിച്ച സന്തോഷത്തിൽ പലഹാരങ്ങൾ നൽകുകയായിരുന്നു. മറുവശത്ത് ഷാൻപൂരിൽ മുഗളന്മാരുടെ സൈന്യം ഷെഹൻഷായെ കാത്തിരിക്കുകയായിരുന്നു. ഷെഹൻഷാ അമീറിലുണ്ടെന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങി. ബൈറാം ഖാന്റെ സംഘം ജോധ്പൂരിൽ നിന്നും തിരികെ എത്തി. ഷെഹൻഷായെ കാണാതായപ്പോൾ നമ്മൾ മുഗളന്മാർ തെറ്റ് ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷ എന്താണെന്ന് നിനക്കറിയാമോ സഹീർ? അഥവാ തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞാൽ അയാൾക്ക് ജീവനോടെ ഇരിക്കാൻ യാതൊരു അവകാശവുമില്ല. എന്തുകൊണ്ടാണ് ഈ തെറ്റ് സംഭവിച്ചത്? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാണ്, ഓരോ നിമിഷവും നീ ശ്രദ്ധയോടെ ഇരിക്കണമെന്ന്. ശരി ശരി പ്രഭു. നീ എപ്പോഴും തയ്യാറായി തന്നെ ഇരിക്കണം, ബാദ്ഷാ സലാമത്തിനെ സ്വീകരിക്കാനായി. ഷെഹൻഷായെ അനുസരിക്കുക എന്നത് എൻ്റെ ജോലി മാത്രമല്ല, എൻ്റെ കടമ കൂടിയാണ്. അത് ഞാൻ ഓരോ നിമിഷവും ശരിയായി പാലിക്കുന്നതാണ് പ്രഭു. പക്ഷേ ഷെഹൻഷാ ഒറ്റയ്ക്ക് വേട്ടയാടാൻ പോകണമെന്ന് പറഞ്ഞു. എന്താ നിനക്കറിയാമോ, നിന്റെ ഒറ്റ ഒരാളുടെ ഈ അശ്രദ്ധ കാരണം ഷെഹൻഷായുടെ ജീവൻ ആപത്തിലാവുമായിരുന്നു. എനിക്ക് എൻ്റെ തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട് പ്രഭു. തെറ്റു പറ്റിയാൽ ചിലപ്പോൾ മാപ്പ് ലഭിക്കുന്നതാണ്, എന്നാൽ അപരാധത്തിന് അതുണ്ടാകില്ല. ഈ തെറ്റ് ചെയ്തിരിക്കുന്നത് നിന്റെ കണ്ണുകളാണ്. അപ്പോൾ ശരിക്കും ശിക്ഷയും അവയ്ക്കാണ് നൽകേണ്ടത്. ഞാൻ ഷെഹൻഷായുടെ ഭൃത്യനാണ്. എന്നാൽ ചെയ്ത അപരാധം വലുതാണ്. റഹീം, അങ്ങനെ ചെയ്യരുത്. റഹീം, യാ അല്ലാഹ്! ഞാനിത് എന്താണ് ഇവിടെ കാണുന്നത് ബൈറാം ഖാൻ? അവിടെ നിന്ന് ഒരിക്കലും കാണാൻ പാടില്ലാത്തത് മഹാമംഗ. ജലാൽ എവിടെയാണെന്നറിയില്ല, എന്നോട് പറയാതെയാണ് പോയത്. ലജ്ജിക്കുന്നു ഞാൻ. ലജ്ജിക്കുന്നത് ഞാനാണ് ബൈറാം ഖാൻ. ഞാൻ വന്നത് ഷെഹൻഷായെ കാണാനാണ്. എന്നാൽ ഇവിടെ വന്നപ്പോ കാണുന്നത് ഷെഹൻഷായുടെ ഭൃത്യമാരോട് അങ്ങ് ഇത്രയും മോശമായി പെരുമാറുന്നതാണ്. ഇതെന്റെ അധികാരമാണ്. ഈ അധികാരത്തെ എന്ത് സംഭവിച്ചാലും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അഥവാ ഈ ചോദ്യം ഷെഹൻഷാ നേരിട്ട് ചോദിച്ചാലോ? എങ്കിൽ നാം നേരിട്ട് ഉത്തരവും പറയുമായിരുന്നു. അതുമാത്രമല്ല, നമ്മെ ഖാൻ ബാബ എന്നാണ് അവൻ ബഹുമാനത്തോടെ വിളിക്കുന്നത്. എനിക്ക് അവൻ എല്ലാ അധികാരവും തന്നിട്ടുണ്ട്. ഉമ്മ എന്നാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അപ്പോൾ അധികാരം എനിക്ക് തന്നെയാണ്. സംശയമുണ്ട്.
നാം ഈ കൊട്ടാരത്തിനുള്ളിലുള്ളപ്പോൾ നല്ലതിതായിരിക്കും അവിടുന്ന് ഇവിടെ നിന്നും ദൂരെ കഴിയുന്നത്. ദൂരെയാകാൻ പോകുന്നത് അങ്ങാണ്. ഇത്തരത്തിൽ ഷഹൻഷായുടെ ഭൃത്യന്മാരെ വകവരുത്താൻ തുടങ്ങിയാൽ. മഹാമംഗ, എന്റെ ഉത്തരവുകൾ ജലാലിന്റെ സമ്മതപ്രകാരമാണ്. നാം എന്താണോ പറയുന്നത് അവൻ അതേ ചെയ്യുകയുള്ളൂ. അല്ലാഹ് തന്നെ ഇതിനുള്ള ഉത്തരം അങ്ങയ്ക്ക് നൽകും. ഷഹൻഷാ വേട്ട കഴിഞ്ഞെത്തിയാലുടൻ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. നമ്മൾ ഇനിയും കാണും, കണ്ടുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഖുദാ ഹാഫിസ്. ഖുദാ ഹാഫിസ്. ഇവരിത് കണ്ട സ്ഥിതിക്ക് ഈ കാര്യം അവർ ഷെഹൻഷാ തിരികെ എത്തിയാൽ ഉടൻ അറിയിക്കും. ഇവർ സ്ത്രീയല്ല, ജീവിച്ചിരിക്കുന്ന ജിന്നാണ്. ഇവരുടെ കണ്ണുകൾ ഒന്ന് പറയുന്നു, പ്രവൃത്തി മറ്റൊന്ന്. ഇവർ ചിന്തിക്കുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും. അഥവാ ആർക്കെങ്കിലും ജലാലിൽ സംശയമുണർത്താൻ സാധിക്കുമെങ്കിൽ അത് ഈ സ്ത്രീക്ക് മാത്രമായിരിക്കും. എങ്കിൽ ഈ സ്ത്രീ ഷെഹൻഷായെ കാണുന്നതിന് മുമ്പ് അങ്ങ് ഷെഹൻഷായെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രഭു. നീ ഇതെവിടെയാണ് ജലാൽ? നോക്കൂ, നിങ്ങളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ കാറ്റിന് തടസ്സമുണ്ടാവുന്നു. നിങ്ങളുടെ കുതിരയെ പല്ലക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകും. അതിന്റെ ആവശ്യം എന്തായിരുന്നു? കാരണം എപ്പോഴേ ഒരാൾ ഇങ്ങോട്ട് തന്നെ നോക്കുമായിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു സഹായിക്കാമെന്ന്. എന്റെ ചേച്ചിക്ക് വേണ്ടി എനിക്ക് ഇത്രയെങ്കിലും ചെയ്തൂടെ? മഹാരാജാവേ, ജലാലുദ്ദീനെ കുറിച്ച് ചില അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്തറിവുകൾ? അയാൾ ആൾമാറാട്ടം നടത്താൻ വിദഗ്ധനാണ്. അതിന് പിന്നിൽ വ്യക്തമായ ഉദ്ദേശവും ഉണ്ടാവും. എന്താ ഉദ്ദേശം? അയാൾ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുന്നതിന് മുമ്പായി വേഷം മാറി അവിടെ എത്താറുണ്ട്. അവിടുത്തെ കൊട്ടാരത്തെയും നഗരത്തെയും കുറിച്ച് എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ശേഖരിക്കുന്നതിനായി. അതിനായി അയാൾ ഏത് വേഷവും ധരിക്കും. ഗ്രാമീണനോ കർഷകനോ അല്ലെങ്കിൽ വ്യാപാരിയോ. അതെ, ഇപ്പോൾ ജലാലുദ്ദീൻ ഷാൽപൂരിലുണ്ട്. ഷറഫുദ്ദീന്റെ സൈന്യത്തോടൊപ്പം കണ്ടവരുണ്ട്. അതിനുശേഷം അയാളെ ആരും കണ്ടിട്ടില്ല. ചിലപ്പോൾ അടുത്ത യുദ്ധം ആമീറുമായിട്ടായിരിക്കും. ഒരുപക്ഷെ അയാൾ ആമീറിലേക്ക് വന്നിട്ടുണ്ടാവും. ജലാൽ ഇവിടെ വരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇനി അഥവാ വന്നാലും നമ്മുടെ വീരസൈനികരിൽ നിന്നും രക്ഷപ്പെടാനാകില്ല.
ബാർബൽ സംഗ്രാം സിംഗ് പറഞ്ഞത് വിശ്വസിച്ചില്ല. അദ്ദേഹം കരുതിയത് ജലാൽ അമീറിലേക്ക് വരാൻ തയ്യാറാകില്ല എന്നായിരുന്നു. ആ ചിന്ത ബാർബലിന് സംഭവിച്ച തെറ്റു തന്നെയായിരുന്നു. കാരണം ആ സമയം ശരിക്കും ജലാൽ അമീറിൽ എത്തിക്കഴിഞ്ഞിരുന്നു.